ചങ്ങലക്കിടേണ്ട സമയം കഴിഞ്ഞു. അയ്യോ അല്ല ഹരീഷേ, ഈ സ്ത്രീ എന്തൊക്കെയാണ് പറയുന്നത്? അമ്മ പറഞ്ഞത് ശരിയാ. അവക്ക് ഭ്രാന്ത, മുഴു ഭ്രാന്ത്. പ്രേമിച്ച് നടന്നപ്പോ ഇല്ലായിരുന്ന ഭ്രാന്ത് ഇപ്പൊ എങ്ങനെയാണ് അവക്കുണ്ടായത്? ആരാണ് അവളെ ഭ്രാന്തിയാക്കിയത്? കയ്യറ. എന്റെ പെങ്ങക്ക് എന്ത് സംഭവിച്ചു അതെനിക്ക് അറിയണം. അതറിയാതെ, അത് പറയാതെ ഞാൻ നിന്നെ വിടില്ല. ഈ വാതിലൊന്ന് തുറക്ക്. എന്നെ ഇവര് തല്ലി ഇതിനകത്ത് ഇട്ടിരിക്കുക. വാതില് തുറക്ക്. നിക്കടാ അവിടെ. എന്റെ വീട്ടിൽ കയറി അക്രമം കാണിച്ചാലുണ്ടല്ലോ നിന്നെ. ഇല്ലെങ്കിൽ ഞാൻ തീർത്തളയും. ഒന്ന് തുറക്ക്. മോളെ മാറി നിൽക്ക്. ഇതെന്ത് പറ്റിയത് നിന്റെ നെറ്റിക്ക്? മോളെ എന്ത് പറ്റിയതാണ് ഇവളുടെ നെറ്റിക്ക്? നിന്നോടാ ചോദിച്ചേ ഇവിടെ നെറ്റിക്കെന്താ പറ്റിയെന്ന്. ഒരു വീടാവുമ്പോ പലതും സംഭവിക്കും. അതൊക്കെ ചോദിക്കാൻ താൻ ആരാണോ? താലോലിച്ച് ഓമനിച്ച് വളർത്തി വലുതാക്കി കല്യാണം കഴിച്ചെന്ന് അച്ഛനോട് ചോദിക്കുന്നോ താൻ ആരാണെന്ന്? ശ്രീ ശ്രീ ഋതു, എന്തൊക്കെയാ ഹരീഷ് ഇത്? ഈ സ്ത്രീയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാ. ഇവര് പറയുന്നതായിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്താലോ? എന്റെ വീട്ടില് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ചോദിക്കാൻ നീ ആരാടി? സൂര്യമംഗലം കൊട്ടാരത്തിലെ കൊച്ചു തമ്പുരാട്ടിയാണുള്ള ഭാവം അങ്ങ് പുറത്തു മതി, ഇവിടെ വേണ്ട. ഭ്രാന്ത് നിനക്കും നിന്റെ അമ്മ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സ്ത്രീക്കോ, അല്ലാതെ എന്റെ പെങ്ങക്കല്ല. പല പ്രാവശ്യം അവരെനിക്ക് മയക്കുമരുന്ന് തന്നു. മനസ്സിന്റെ സമനില തെറ്റാനുള്ള മരുന്ന്. ഒടുവില് എന്നെ കൊല്ലാൻ എന്തോ മരുന്ന് കലക്കുന്നത് ഞാൻ എന്നെ കണ്ടുകൊണ്ട് കണ്ടതാ. ഈ വീട്ടിൽ നിന്ന ഈ സ്ത്രീനെ മുഴുവൻ ഭ്രാന്തിയാക്കും. ഒടുവിൽ എന്നെ കൊല്ലും. ഋതു, എന്നെ ഇവിടുന്ന് കൊണ്ടുപോ. എനിക്കിവിടെ ജീവിക്കാൻ പേടിയാ. എടാ, നിന്റെ അമ്മ കാണിക്കുന്ന ഈ ദ്രോഹത്തിനൊന്നും നിനക്കൊന്നും പറയാനില്ലേ? എന്റെ അമ്മയെ വിമർശിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ആർക്കുമില്ല. ഇവക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അവളെ കൊണ്ടുവെക്കോ. എനിക്ക് ഇവളെ വേണ്ട. ഈ സ്ത്രീയുടെ സ്വഭാവം ഹരീഷിന് ശരിക്കും അറിയില്ല. ഇവിടെ നിന്ന ഇവരെന്നെ എങ്ങനെയും കൊല്ലും, ഒരു സംശയം വേണ്ട. ഋതു, എനിക്ക് വയ്യ. ശ്രീ, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോ. പോ ശ്രീ, പോ. രാജു, പോ. അമ്മയെ സ്നേഹിക്കരുതെന്നും ഉപേക്ഷിക്കരുതെന്നും ഒരു മനുഷ്യരും പറയില്ല. പക്ഷെ ജീവിതത്തില് നിന്റെ അച്ഛനോട് പോലും ഒരു നീതിയും ചെയ്യാത്ത ഈ സ്ത്രീ പറയുന്നത് കേട്ട് നീ വിശ്വസിക്കരുത്. ഇവരും മക്കളെ വളർത്തിയതേ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, ഇവരുടെ നന്മയ്ക്കാ. എടാ, നിന്റെ അമ്മ ഒരു പിശാച. ഹരീഷേ, അത് നീ തിരിച്ചറിയുന്ന ഒരു ദിവസം നിനക്ക് നിന്നെ തന്നെ നഷ്ടപ്പെട്ടിരിക്കും. കൊണ്ടുപോടാ ഈ നാശത്തിന്. ഇവളെ ഇനി ഞങ്ങൾക്ക് വേണ്ട.
ഇവള് നശിച്ചു പോത്തേ ഉള്ളൂ. നീ തള്ളേ. നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെക്കുന്നതാ. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാ എന്റെ നിയന്ത്രണം വിട്ടുപോകും. വെറുതെ പടുമരണം ചോദിച്ചു വാങ്ങരുത്, പറഞ്ഞേക്കാം. കൊച്ചിനെ വിളിച്ചോണ്ട് വേണ. നമ്മളെ എന്താ അമ്മ, എന്താ പ്രശ്നം? ഓളെ ശ്രീ രുക്മിണിയും തമ്മിൽ എന്തോ പ്രശ്നം, എന്തോ വലിയ വഴക്കെന്നാ പറഞ്ഞത്. വഴക്കോ? വഴക്കെന്ന അമ്മ എങ്ങനെ അറിഞ്ഞു? സാവിത്രി പറഞ്ഞു. ആര്? ആ പടവലാതി സാവിത്രിയോ? എന്റെ രാധമ്മേ, അവള് പരദൂഷണേ പറയൂ. ഒരു ദിവസം ഒരു 16 വീട്ടിലെങ്കിൽ കയറി പരദൂഷണം പറയാൻ അവള് നേർച്ച അറിഞ്ഞിട്ടുണ്ട്. അമ്മ പരദൂഷണമൊന്നും അല്ല, ശ്രീമോളുടെ നെറ്റി പൊട്ടിയെന്ന സാവിത്രി പറഞ്ഞ്. അയ്യോ, നമ്മുടെ കൊച്ചിനെ ആ താടക രുക്മിണി കൊല്ലും. ഞാനങ്ങോട്ട് ചെല്ലട്ടെ? ഇനി കരയണ്ട, രാധമ്മയുടെ അടുത്തേക്ക് ചെല്ല്. അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം. പാവം കൊച്ച്.